ണമെന്ന് അവൻ ആഗ്രഹമുണ്ടെങ്കിൽ ഖമറുൽ ഉലമ ഉസ്താദിന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയല്ലാതെ അതിന് യാതൊരു വഴിയും ഞങ്ങൾ കാണുന്നില്ല. അത് വളരെ ശക്തമായി തന്നെ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുണ്ട്. അത് ഇവിടെയും രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ നമ്മുടെ ഉസ്താദുമാരിലൂടെ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തുന്നറിയോ? ഈ SKSFകാരും അതുപോലെ ജിഷാനും കൂടിയിട്ട് പ്രചരണങ്ങൾ ഒരുപാട് നടത്താൻ. ഞാൻ ഇന്നലെ ചെന്നപ്പോ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, സുലൈമാൻ ഉസ്താദ് നിങ്ങളെ കണ്ടിട്ട് മിണ്ടിയില്ല, സുലൈമാൻ ഉസ്താദ് ഞാനും തെറ്റാണ്. എന്തെല്ലാം പ്രചരണങ്ങൾ! സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളെ ഉസ്താദുമാർ പറഞ്ഞ അല്ലെങ്കിൽ അവർ വരച്ച ഒരു വരക്കപ്പുറം ഞങ്ങൾ പോവൂല. അത് നിങ്ങൾ എഴുതി വെച്ചോ. ഇത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമ്പലക്കടവോ കാസിമിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജിഷാനോ അല്ല. ഞങ്ങൾക്ക് അസുലും ഫസുലും ഉണ്ട്. ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങൾക്ക് സനത് തന്ന് ഞങ്ങളെ ഓരോ സെക്കൻഡിലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിയന്ത്രണത്തിന്റെ നിയന്ത്രണ രേഖക്കപ്പുറം ഞങ്ങൾ ആരും കടക്കുമെന്ന് ഒരൊറ്റ വിഭാഗക്കാരനും വ്യാമോഹിക്കേണ്ടതില്ല. അത് സംഭവിക്കുന്ന കാര്യമല്ല. ഖമറുൽ ഉലമ ഉസ്താദും താജുൽ ഉലമയും ഞങ്ങളുടെ നേതൃത്വവും വിശിഷ്യ ഞങ്ങളെ ഉസ്താദുമാരും അതാണ് ഞങ്ങൾക്ക് റൂട്ട് നിയന്ത്രിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ജിഷാന്റെ CD മുഴുവൻ അവഗണനയോടും തള്ളിക്കളയുക. അതിൽ പ്രധാനമായി പറഞ്ഞ അവൻ ഷാറുബാർക്ക് കൊണ്ടുവന്നു എന്ന വാദം തന്നെ തെറ്റാണ്. തെളിയിക്കാൻ അവന് സാധ്യമല്ല. ഇനി ആ വിഷയവുമായി SKSFകാരൻ നടക്കുന്നുണ്ടെങ്കിൽ അവന് കൂടി അതിന് ഉത്തരവാദിത്വമുണ്ട്. അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവനിൽ അർപ്പിതമാണ്. കാരണം നാറിയവനെ പേറിയാൽ പേറിയവനും നാറും. ആ പോയിന്റ് ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഒരു കാലത്ത് ഇവരെയും ക്ലിപ്പാക്കി അവൻ സമൂഹത്തിന് വെച്ചു കൊടുക്കും. അതാണ്ടാവുക. എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവൻ ചെയ്ത പണി വളരെ കൃത്യമായി. പേരോട് ഉസ്താദ് ഇവനെ നന്നാക്കാൻ വേണ്ടി ഉപദേശിക്കാൻ 5 മണിക്കൂർ ചെലവഴിച്ചു. ആ 5 മണിക്കൂറിൽ അവൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് അത് പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവനെപ്പോലെ നശിച്ച വിഭാഗം ഏതാ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് വളരെ കാര്യം കൃത്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത്തരം ജിഷാന്മാര് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത്രയും വലിയ ഒരുപാട് വെല്ലുവിളിയന്മാരെയും ഒരുപാട് CD ഇറക്കുന്ന ആളുകളെയും ഒക്കെ കണ്ട് മറുപടി പറഞ്ഞ് പരിചയമുള്ള സമൂഹമാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമേ അല്ല എന്ന് വളരെ കേൾക്കുന്നുണ്ടല്ലോ. ചർച്ച നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ ഒറ്റ വാക്ക് പറയാണ്. നമ്മുടെ ഉസ്താദുമാർക്കെതിരെ ആരെങ്കിലും അനാവശ്യമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ജിഷാനായാലും ആരായാലും ആഖിറമാണോ അവർ ഉദ്ദേശിച്ചത്, അവർ മാപ്പ് പറയുക തന്നെ വേണം. തീർച്ചയായും മാപ്പ് പറയണം. അവരാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അവരും മാപ്പ് പറയണം. അതേപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർക്കെതിരിൽ അനാവശ്യമായ ചർച്ച ഉണ്ടാക്കിയ എല്ലാവരും മാപ്പ് പറയണമെന്ന് അത് യാതൊരു തർക്കവും അതിലില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഷാറുബാറക്കിനെ കുറിച്ച് പറഞ്ഞാൽ പേടിക്കുന്നവരല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, ജിഷാൻ പറഞ്ഞാൽ അതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ ആരും പോകണ്ട, അതിൽ പെട്ടുപോകണ്ട. കാരണം എന്റെ പ്രവർത്തകർക്ക് ഇനി ജിഷാനിൽ വല്ല വിശ്വാസവും ഉണ്ടെങ്കിൽ രഹസ്യമായി എന്നോട് ബന്ധപ്പെട്ടാൽ, അത് ഞാൻ പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എപി ഉസ്താദിനെ സംബന്ധിച്ചും അതുപോലെയുള്ള മഹാരഥന്മാരെ കുറിച്ചും അവൻ പറഞ്ഞ കളവുകളും അവൻ പറഞ്ഞ ആരോപണങ്ങളും ഒരു SKSFകാരനെ പോലും കടത്തിവെട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരൊറ്റ വട്ടം നിങ്ങൾ കേട്ടാ പിന്നെ ജിഷാന ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കൂല. അത്രയും കൃത്യമായി എനിക്കത് പറയാൻ കഴിയും. അതുകൊണ്ട് ഇവന്റെ വാക്കിലോ അവന്റെ എഴുത്തിലോ ഒരു കാര്യവുമില്ലെന്നും അത്തരം വിഷയത്തിൽ എന്തവൻ പറഞ്ഞാലും അത് സ്വീകരിക്കാനുള്ള ഒരു കാര്യവുമില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ വിഷയത്തിൽ നമ്മുടെ ഈ നിലപാട്. ഇനി അവൻ ഏത് CD ഇറക്കിയാലും നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. അതിലുള്ള എല്ലാ കാര്യത്തിലും വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവനെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾ SKSFകാരൻ പറഞ്ഞോ, ബോംബെയിൽ എവിടെ പോകാൻ തയ്യാറാണ്. അവനൊന്നും അവിടുന്ന് കൊടുത്തിട്ടില്ല. അതെല്ലാം അന്വേഷിച്ച് വളരെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്.
എന്ന് മാത്രമല്ല അത് നമ്മൾ കൊടുത്തു എന്നത് അതിലേറെ വലിയ കളവാണ്. നമ്മൾ ഒരിക്കലും അത് ചെയ്യൂല. ഇവൻ തന്നെയാണ് എല്ലാവർക്കും വിതരണം ചെയ്തതും എന്ന് മാത്രമല്ല, അത് ഞാൻ വെറും ഒരു വാക്ക് മാത്രം പറഞ്ഞതല്ല. ഇനി അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവൻ വളരെ രഹസ്യമായി SKSSFന്റെ നേതാക്കൾക്ക് വിവരങ്ങൾ കൈമാറുന്നതിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ള ആളുകൾ ചോദിച്ചാൽ ഞാൻ അതും കേൾപ്പിച്ചു തരും. ഇസ്മായിൽ തോട്ടുമുക്കം അടക്കമുള്ള ആളുകൾക്ക് ജിഷാൻ മാഹി എന്ന് പറയുന്ന മുനാഫിഖ് എന്ന് ഞാൻ അങ്ങനെ പറയുകയാണ്. കാരണം നമ്മുടെ ഇടയിൽ നിന്ന കാലത്ത് തന്നെ വളരെ രഹസ്യമായി റിപ്പോർട്ടുകൾ കൈമാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അവഗണനയോടെ നമ്മൾ തള്ളണം. CD പ്രദർശിപ്പിച്ച് നടക്കുന്ന SKSFകാരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് അവനിൽ വിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യം തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കൂടി അതിന്റെ ഉത്തരവാദിത്വമുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊക്കെ ഇടാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അത്ര അധപ്പതിച്ചു പോയോ എന്നാണ് ഞാൻ സംശയിച്ചു പോകുന്നത്. നിങ്ങളൊരു വലിയ സമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ ഒരു ജിഷാന്റെ ക്ലിപ്പോ അല്ലെങ്കിൽ അവന്റെ പ്രസംഗമാണ് നിങ്ങൾ ഇട്ടതെങ്കിൽ നിങ്ങൾ എത്രമാത്രം അധപ്പതിച്ചു പോയി, അതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമാണ്. 3 പോയിന്റിൽ ഞാൻ എന്റെ വിഷയം ഇവിടെ ഒതുക്കുന്നു. ഒന്നാമതായി നമുക്ക് പറയാനുള്ളത്, സുന്നി പ്രസ്ഥാനം അതിന്റെ അടിസ്ഥാനം തകർക്കാനോ അല്ലെങ്കിൽ അതിൽ ഭിന്നിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്കാനോ ആരെങ്കിലും നോമ്പ് നോറ്റുകിട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മടങ്ങിപ്പോകാൻ സമയമായിട്ടുണ്ട്. എല്ലാ പുത്തൻവാദികളും എല്ലാവർക്കും അങ്ങനെ ഒരു സന്തോഷം ആർക്കും വേണ്ട. അത് നടക്കൂല. അതിനൊന്നും ആയുസ് ഉണ്ടാവില്ല. ഇയ്യാം പാറ്റകളെ പോലെ അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ രണ്ടാമതായി നമുക്ക് പറയാനുള്ളത്, ജിഷാനിൽ നിന്ന് നമ്മൾ ക്ലിപ്പ് ശേഖരിച്ചിട്ടുണ്ട്. ശേഖരിച്ചത് അവന്റെ ആളായി നിന്നുകൊണ്ടല്ല, അവനിൽ നിന്ന് അത്തരം ക്ലിപ്പുകൾ നമ്മൾ വാങ്ങിയിട്ട് അവൻ നമുക്കെതിരെ വരുന്ന കാലത്ത് അവനെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാങ്ങിച്ചത്. അവിടെ തന്നെ നമ്മൾ അറിയാതെ സൂക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എതിർത്തിട്ടുണ്ട്. നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല. തീർച്ചയായും അത് പ്രശ്നങ്ങൾ ഉള്ളതാണ്. നമ്മൾ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായി, ജിഷാൻ കളവേ പറയൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി ഞാൻ പറയുന്നത്, ജാലിയവാല എന്ന ആളിൽ നിന്ന് ഇവൻ കൊണ്ടുവന്നു എന്ന് പറയുന്നത് അത് തീർച്ചയായും തെറ്റാണ്. അവരങ്ങനെ നൽകിയിട്ടില്ല. ഇനി അവൻ അവിടെ ഒന്നുകൂടി പറയുന്നുണ്ട്, AP ഉസ്താദും മർക്കസിലെ സഖാഫിമാരും ചേർന്ന് വ്യാജ സനത് നിർമ്മിച്ചുണ്ടാക്കിയതാണ് നമ്മുടെ ഷാറു മുബാറക്കിന്റെ സനത് എന്നാണ്. പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഞാനും പിന്നെ ഞങ്ങൾ അന്ന് ബോംബെയിൽ പോയ സമയത്ത് തന്നെ വളരെ കൃത്യമായി അതിന്റെ സനത് മഹാനായ AP ഉസ്താദിന് കൊണ്ടുകൊടുത്ത ആളെ വരെ ഞങ്ങൾ വേണമെങ്കിൽ ബോംബെയിൽ പോയി അവന് കാണിച്ചു കൊടുക്കുക. ആരും അങ്ങനെ വിശ്വസിക്കണ്ട. സനത് ഇത്രയും പണ്ഡിതന്മാരെ മുന്നിൽ ഉസ്താദ് വായിച്ച സനത് ഉസ്താദ് ഇവിടുന്ന് നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് ജിഷാന് തോന്നുന്നുണ്ടെങ്കിൽ സനത് എന്ന് പറയാൻ പോലും അയാൾക്ക് അധികാരമില്ല. ഇവനെന്തോ പഠിച്ചിട്ടുണ്ടോ വല്ലതും? ഒന്നും പഠിച്ചിട്ടില്ല. അതേ സമയത്ത് വളരെ കൃത്യമായി ഞങ്ങൾ ഈ വിഷയവുമായി അന്വേഷണത്തിന് ബോംബെയിൽ ചെന്നപ്പോ ഉസ്താദ് അവറുകൾക്ക് ആരാണോ ഷെയർ മുബാറക്ക് കൊണ്ടുകൊടുത്തത് ആ വ്യക്തി തന്നെ ഉസ്താദ് കോട്ടക്കലിൽ വായിച്ച സനതും കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഉസ്താദ് അവറുകൾ ആ വിഷയത്തിൽ ചെയ്ത് 100% ശരിയാണ് എന്നതിന് നമ്മൾ സാക്ഷിയാണ്. അതിനെതിൽ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അത് നേരെ പോയി ഞങ്ങൾ അനുഭവിച്ചതാണ്. അനുഭവത്തിന്റെ അപ്പുറം വേറൊരു ഇൽമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതൊന്നും AP ഉസ്താദിന്റെ മക്കളുള്ള കാലത്തോളം അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ ഒന്നുകൂടി ഇവിടെ തുറന്നു പറയുകയാണ്. ജിഷാൻ എന്നല്ല, ആരും പേടിപ്പിക്കണ്ട. നമ്മൾ ഏത് രംഗത്തും തയ്യാറാണ്. ഒരു സംവാദം നടത്താൻ മാത്രമൊന്നും ജിഷാൻ അപ്പുറത്തുണ്ട് എന്ന് ഞങ്ങൾക്ക് അവകാശവാദമില്ല. അങ്ങനെ ജിഷാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ വരൂ. ബോംബെയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ ഞങ്ങൾ എടുത്തു തരാം. എന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചൊരു വിചാരണക്ക് തയ്യാറുണ്ടോ എന്ന് മാത്രം പ്രവർത്തകർ ചോദിച്ചാൽ മതി. അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. അവൻ അപ്പറഞ്ഞ കാര്യം ഞങ്ങളെ മുന്നിൽ വന്ന് ബോംബെയിൽ വന്നു എന്ന് പറയട്ടെ. അതോടുകൂടി കൊണ്ട് എല്ലാം പൊളിയും. അതാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് അതെല്ലാം ചീറ്റിപ്പോവും. ഒരു കാലത്തും ഇതിനൊന്നും ആയുസുണ്ടാവില്ല. ഹക്ക് മാത്രമേ ഇവിടെ നിലനിൽക്കൂ. വഖുൽ ജാഅൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ബാത്തിൽ നശിക്കാനുള്ളത് തന്നെയാണ്. അതിലെന്താണ് ഇവിടെ സംശയമുള്ളത്? അതിലാരും സംശയിക്കുകയും വേണ്ട. ഇത്തരം മുനാഫിക്കുകളായ ആളുകളെ കരുതിയിരിക്കുകയും അവർ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ അവർ നോക്കണം. എല്ലാ വിഷയത്തിലും നമ്മൾ ഇവന്റെ ഏത് കാര്യം അന്വേഷിക്കുമ്പോഴും ഇപ്പൊ നമുക്ക് സംശയമായി പോവാണ്. അവൻ എന്തിനു വേണ്ടിയായിരുന്നു ഈ മൗലവിമാരെല്ലാം വിളിച്ചിരുന്നത്? അപ്പുറത്തെ സമസ്തയിലുള്ള ഈ പണ്ഡിതന്മാരൊക്കെ അവൻ എന്തിനു വിളിച്ചു? ഈ വിളിച്ചതൊക്കെ പിന്നെ ഉസ്താദിനെ സംബന്ധിച്ചും മർക്കസിനെ സംബന്ധിച്ചും ആക്ഷേപിക്കാനും കുറ്റം പറയാനും ആയിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നത്? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം സീഡികളുമായി നടക്കുന്നവരും CD പ്രചരണം നടത്തുന്നവരും ഇവരൊക്കെ ശ്രദ്ധിക്കുക. അതിൽ പറഞ്ഞ കാര്യങ്ങൾ പച്ച നുണയാണ്. അത് തെളിയിക്കാൻ ഈ പറഞ്ഞ ജിഷാനിന് സാധ്യമാണെങ്കിൽ
ഇനി ഞാൻ ഒന്നുകൂടി പറയാം, ജാലിയൻവാല എന്ന മനുഷ്യനെ കുറിച്ച് ആരും ഒരു കുറ്റവും പറയണ്ട. ഞങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് പൂർണ്ണമായി പഠനം നടത്തിയതാണ്. അവിടെ പോയി അവിടെ തന്നെ അവിടുത്തെ ഷഹർ മുബാറക്കുമായി ബന്ധപ്പെട്ട് അവനെ നമ്മൾ വളരെ ജാലിയൻവാല എന്ന മനുഷ്യനെ സംബന്ധിച്ച് പഠിക്കുകയും അദ്ദേഹത്തിന്റെ ഷഹർ മുബാറക്ക് തന്നെ എത്രയോ തവണ അവിടുത്തെ ആലിമീങ്ങൾ വന്ന് നോക്കുന്നതും എന്ന് മാത്രമല്ല, ഒന്നുകൂടി ഞങ്ങൾ പറയാം, കഴിഞ്ഞ റമദാനിന്റെ തൊട്ടു മുമ്പ് റമദാനിലായി ഏകദേശം ഉത്തരേന്ത്യയിൽ മുഴുവനും ഒരു വീഡിയോ ക്യാമറ എടുത്ത് നമ്മുടെ പ്രവർത്തകർ ഷഹർ മുബാറക്കും ആസാറുകളും സൂക്ഷിച്ച സ്ഥലങ്ങൾ മുഴുവനും ഞങ്ങൾ പോയി നോക്കിയിട്ടുണ്ട്. ഏകദേശം 275ഓളം സ്ഥലത്ത് ഇന്ത്യ രാജ്യത്ത് ആസാറുകൾ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ഈ സമയത്ത് ഒന്നുകൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കിണറ്റിലെ തവളകൾ കൊണ്ടോ വല്ലതും അറിയുന്നു? കേരളത്തിൽ ഷഹർ മുബാറക്ക് വന്നപ്പോഴേക്ക് അല്ലെങ്കിൽ തിരികേശം വന്നപ്പോഴേക്ക് ശബ്ദമുണ്ടാക്കി വന്ന ഇവനെപ്പോലത്തെ ആളുകൾ അവർ ചിന്തിക്കുക, 275ഓളം സ്ഥലത്ത് ഇന്ത്യ രാജ്യത്ത് ആസാറുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഷഹർ മുബാറക്ക് അതിൽ 100ഓളം സ്ഥലങ്ങളിൽ നമ്മൾ ഉത്തരേന്ത്യയിലൂടെ നടന്ന് കാണുകയും അതിന്റെ വീഡിയോ സഹിതം നമ്മൾ കൊണ്ടുവരികയും അത് സൂക്ഷിക്കുന്ന ആളുകളോട് അഭിമുഖം നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ആവശ്യമായ സമയത്ത് സമൂഹത്തിന് മുന്നിൽ അത് സമർപ്പിക്കും. AP ഉസ്താദ് ചെയ്യുന്ന പണി ഉസ്താദിനെന്തോ ലാഭത്തിന് വേണ്ടി ചെയ്യാമെന്ന് ആരും മനസ്സിലാക്കണ്ട. ഉഖ്റവിയായ ലക്ഷ്യം മാത്രമേ അതിലുള്ളൂ. ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ അതിനെ കണ്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഷഹർ മുബാറക്ക് വെച്ച ഈ തൊപ്പിയുമായി ഞാൻ നടക്കുന്ന കാലത്ത്, യുദ്ധം ചെയ്യുന്ന കാലത്ത് എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ പണ്ഡിതന്മാരും ഉലമാക്കളും പ്രാസ്ഥാനിക നേതാക്കളും നമ്മുടെ റൂമും എല്ലാം കൂടി നടത്തുന്ന ഈ മഹത്തായ സമരം ഷഹർ മുബാറക്ക് മുന്നിൽ വെച്ചുകൊണ്ടുള്ള നമ്മുടെ യുദ്ധം, ആ യുദ്ധത്തിന് മുമ്പിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് വളരെ ശക്തമായി തന്നെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. വളരെ വ്യക്തമായ തെറ്റിദ്ധാരണകൾ, ഷഹർ മുബാറക്ക് വിരോധിയാണ് അഹ്സനി എന്ന് വരെ പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും വൈകാരികമായി ഈ സമയത്ത് സംസാരിച്ചത്. അതിൽ മറ്റു പലർക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടോ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ജിഷാന്റെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവശ്യം തന്നെയാണ്. കാരണം ഒരുപാട് ഉസ്താദുമാരെ വളരെ ശക്തമായി അവൻ പ്രതിരോധിക്കുകയും അതുപോലെ തന്നെ വിളിച്ചു സ്വീപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മാപ്പർഹിക്കുന്നില്ല. അവൻ കാരണം അവൻ മാപ്പ് അറിയിക്കുന്ന ഏതെങ്കിലും കാലത്ത് നന്നാവണമെന്ന് അവന് തോന്നുന്നുണ്ടെങ്കിൽ ഖമറുൽ അൽമ ഉസ്താദിന്റെ സമീപത്ത് വന്ന് കാല് പിടിച്ച് നന്നാവുകയല്ലാതെ വേറെ വഴി അവന്റെ മുന്നിലില്ല എന്ന് വളരെ ശക്തമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ നേതൃത്വത്തിന്റെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു മുന്നേറ്റം ഈ രംഗത്തുണ്ടാവണം എന്നെല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അള്ളാഹ് ഈ സമയത്ത് ധാരാളം പ്രവർത്തകർ വിളിച്ച പല പ്രവർത്തകരോടും പറയാനുള്ളത്, പലപ്പോഴും ഈ വിഷയത്തിന്റെ ചർച്ചകളിലോ മറ്റുമായി ഫോൺ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പലപ്പോഴും എന്താണ് നമ്മുടെ ഫോൺ അഹ്സനി എടുക്കാത്തത് എന്നാർക്കും തോന്നിപ്പോവണ്ട. അതെന്തെങ്കിലും ഷോലിലോ മറ്റോ ആയതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു ഉറപ്പ്, ഏത് വിഷയത്തിലായാലും നമ്മുടെ നേതൃത്വം എന്ത് പറഞ്ഞു അവിടെ നിന്നാ മതി. അത് നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്. ഉസ്താദുമാർ അവരെല്ലാവരും അംഗീകരിച്ച ഒരു കാര്യം, അതിനെ സംബന്ധിച്ച് പിന്നെ നമ്മൾ സംശയം ഉണ്ടാക്കിയിട്ട് അതിലേറെ വലിയ ഒരു അന്വേഷകരായി നമ്മൾ മാറണ്ട. അതാണ് ജിഷാൻ അപകടം പറ്റിയത്. തിരിച്ചു വരാൻ അവന് സമയമുണ്ട്. അവൻ നശിച്ച് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവന് നന്നാവണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നന്നാവണമെങ്കിൽ അവന്റെ ഈ നിഫാഖ് നിർത്തിയിട്ട് ഉസ്താദുമാരെ മുന്നിൽ വന്ന് പൊട്ടിക്കരയുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇപ്പോഴും അവൻ പറയുന്നത് ഞാൻ ഷഹർ മുബാറക്കിന്റെ വിരോധിയാണ് തന്നെയാണ്. നിഷാൻ എന്ന എനിക്ക് ഷഹർ മുബാറക്കിൽ യാതൊരു വിശ്വാസവും എന്ന് തന്നെയാണ് അവൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വാദം വെച്ച് നന്നാവാൻ കഴിയില്ല. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ രംഗത്ത് വളരെ സജീവമായി ഉസ്താദുമാരുടെ പിന്നിലായി നമുക്ക് മുന്നേറാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ആദർശ രംഗത്തുള്ള പോരാട്ടം എക്കാലത്തും മുന്നോട്ട് തന്നെ പോകുമെന്ന് ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഓരോ കാലഘട്ടങ്ങളിലും കഴിയുമ്പോഴും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിലും മറ്റും ഫിത്നകളും ഫസാദുകളും വന്നുകൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ നേതൃത്വത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ കൂട്ടായ്മ KMIC അൽഹംദുലില്ലാ, അതുപോലെ നമ്മുടെ SSFും SYSും നമ്മുടെ പ്രസ്ഥാനങ്ങളും നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ നേതൃത്വവും അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ജിഷാനെ പോലെ
ഒരുപാട് ആളുകൾ ഫിത്ന ഉണ്ടാക്കാൻ നോക്കി. അള്ളാഹു അവരെയും നന്നാക്കട്ടെ. അവരെ നന്നാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അത്തരം ആളുകളുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു